LD ക്ലർക്ക് പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ചെറിയൊരു വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? ആവറേജ് പഠിച്ചപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? അപ്പം 20, 22, 24 അങ്ങനെ എഴുതി 80 വരെ നമ്മൾ എഴുതണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ച് ശരാശരി കണ്ടുപിടിക്കുന്ന കാര്യമൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്തോ മക്കളെ? 2 വീതം കൂടി പോവല്ലേ? പൊതുവ്യത്യാസമുള്ള ശ്രേണിയല്ലേ? പൊതുവ്യത്യാസമുള്ള ശ്രേണികളെ വിളിക്കുന്ന പേര് സമാന്തര ശ്രേണികൾ എന്നാണ്. കോമൺ ഡിഫറൻസ് ഉള്ള സീരീസിനെ വിളിക്കുന്നത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. ഒരു AP-യുടെ ആവറേജ് ഓഫ് ആൻ AP അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര? 20 പ്ലസ് അവസാന ടേം എന്ന് പറഞ്ഞാൽ എത്ര? 80 ഡിവൈഡഡ് ബൈ 2. 20, 80 എത്ര മക്കളെ? 100 ഡിവൈഡഡ് ബൈ 2 എത്രടാ? 50. അപ്പോൾ സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് അന്ത്യപദം ഓർ അവസാന പദം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ AP-യുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. അതായത് 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ 20 + 80 ഡിവൈഡഡ് ബൈ 2. ഇനി ഈ ചോദ്യം ചിലപ്പോൾ വേറൊരു രീതിയിൽ ചോദിക്കാം. എന്താണ്? 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. അപ്പോൾ 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2, 4, 6, 8 അപ് ടു 100 വരെ. 100-ൽ താഴെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100-ന് തൊട്ട് മുൻപുള്ള 98 വരെയുള്ള സംഖ്യകളുടെ ശരാശരി. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ, അതായത് ആദ്യ പദം പ്ലസ് അവസാന പദം. 2 + 98 ഡിവൈഡഡ് ബൈ 2. 100 ഡിവൈഡഡ് ബൈ 2. 100-ന്റെ പകുതി എത്ര മക്കളെ? 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. എന്താണ് AP-യുടെ ആവറേജ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? ആദ്യ പദം പ്ലസ് അവസാന പദം ഭാഗം 2. ഓക്കെ ആണോ? യെസ്. അപ്പം മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യം എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? നിങ്ങൾ കടയിൽ പോയിട്ട് 4 പേന മേടിച്ചു, അപ്പം നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ കിട്ടി. 4 പേന മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ, ഇങ്ങോട്ട് നോക്ക്. 4 പേന മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പേനയുണ്ട്? 4 പേന മേടിച്ച് ഒരെണ്ണം ഫ്രീ കിട്ടിയപ്പോൾ 4 1 5 പേന കയ്യിലില്ലയോ? ഉണ്ട്. അപ്പോൾ 5 പേന കയ്യിലുണ്ട്. ആ 5 എണ്ണത്തിൽ ഒരെണ്ണം ഫ്രീ ആണെന്ന്. അപ്പോൾ ഫ്രീ കിട്ടിയത് എത്ര? 5-ൽ 1 ഫ്രീ കിട്ടിയത്. അത് എത്ര ശതമാനം? എത്ര കിട്ടും? 100 ഡിവൈഡഡ് ബൈ 5 എത്രടാ? 20%. ഇത്രേ ഉള്ളൂ. ഇനി ഈ ഒരു ചോദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്ക്. 4 പേന വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ 4 പേന നിങ്ങൾ വാങ്ങിച്ചു. ഒരു പേനയുടെ MRP, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് MRP എന്ന് പറയാം, എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. ഒരു പേനയുടെ MRP, അതായത് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വില 1 രൂപയാണെന്നിരിക്കട്ടെ. 1 രൂപയാണെന്നിരിക്കട്ടെ. നിങ്ങൾ എത്ര പേന മേടിച്ചു? 4 പേന മേടിച്ചു അല്ലേ? 4 പേന മേടിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ മാർക്ക്ഡ് പ്രൈസ്, ടോട്ടൽ MRP നിങ്ങൾ എത്ര കാശ് അവിടെ കൊടുത്തു? 1 × 4 എത്ര രൂപ കൊടുത്തടാ? 4 രൂപ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് 1 പേന ഫ്രീ ആയിട്ട് കിട്ടി. ഈ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് അതിന് വിലയില്ലെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് ആ സാധനത്തിന് വിലയില്ല, അത് കൊള്ളാത്തതാണെന്ന് അർത്ഥമില്ല. അതും ഈ 4 എണ്ണം പോലെ തന്നെ ഒരു പേനയാണ്. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അവർ തന്നതാണ്. അപ്പം നിങ്ങളുടെ ടോട്ടൽ മാർക്ക്ഡ് പ്രൈസ് എത്ര? ശരിക്കും ഈ 4 ആണോ നിങ്ങളുടെ ടോട്ടൽ മാർക്ക്ഡ് പ്രൈസ്? അല്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പേന ഇരിപ്പുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര പേന ഇരിപ്പുണ്ട്? ഇപ്പോൾ 5 പേന ഇരിപ്പുണ്ട്. 1 രൂപ വിലയുള്ള 5 പേന. സോ 1 × 5, 5 രൂപ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. 5 രൂപയുടെ സാധനം നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ കാശ് കൊടുത്തത് എത്ര? 4 എണ്ണത്തിനെ കൊടുത്തുള്ളൂ. അപ്പം നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര? 1 രൂപ വെച്ച് 4 എണ്ണത്തിനെ കൊടുത്തുള്ളൂ. 4 രൂപ അല്ലേ? അപ്പം 4 രൂപ നിങ്ങൾക്ക് ചിലവായി.
പക്ഷേ 5 രൂപയുടെ സാധനം കിട്ടി. മക്കളെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ട വില മൈനസ് കിട്ടിയ വില, അതായത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. 5 രൂപയുടെ സാധനത്തിൽ നിന്ന് 5 രൂപയുടെ സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ 4 രൂപയെ കൊടുത്തുള്ളൂ. അപ്പോൾ എത്ര രൂപ? 1 രൂപയാണ് എന്ത്? ഡിസ്കൗണ്ട്. 1 രൂപയാണ് ഡിസ്കൗണ്ട്. എന്നാ മക്കളെ ഡിസ്കൗണ്ട് കിട്ടിയോടാ? കിട്ടി. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടു നോക്കണേ. കണ്ടിട്ടില്ലാത്തവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടു നോക്കണേ. അതിനകത്ത് ഈ കാര്യമൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എടാ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് എത്ര മക്കളെ? ഡിസ്കൗണ്ട് എത്ര? 1 രൂപ. എടാ മാർക്ക്ഡ് പ്രൈസ് എത്ര? 5 രൂപയുടെ സാധനമല്ലേ കയ്യിലിരിക്കുന്നത്? അതെ, 5 ഇൻറ്റു 100 എത്ര കിട്ടും? 20%. 100/5 20% നമുക്ക് കിട്ടും. എടാ നിങ്ങൾ ഇത്ര ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ എന്തോ ചെയ്താൽ മതി. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത്രയും കുത്തിയിരുന്ന് എഴുതുകയോ ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. എടാ എന്തുവാ ചോദ്യം? 4 പേന മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ ആണെന്നല്ലേ? എടാ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പേന ഇരിപ്പുണ്ട്? 4 പേന മേടിച്ചു, ഒരെണ്ണം ഫ്രീ കിട്ടി. 5 പേന കയ്യിൽ ഇരിപ്പില്ലയോ? 5 പേന ഉണ്ട്. ആ 5 എണ്ണത്തിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയതാ. ആ ഫ്രീ ആയിട്ട് കിട്ടിയത് എത്ര ശതമാനം? ആ ഡിസ്കൗണ്ട് എത്ര ശതമാനം? എടാ 4 പേന മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടി. അപ്പോൾ കയ്യിൽ 5 പേനയുണ്ട്. ആ 5-ൽ 1 ഫ്രീ, അല്ലാതെ 4-ൽ 1 പറയരുത്. 4 പേന മേടിച്ചപ്പോൾ 1 പേന ഫ്രീ കിട്ടി. അപ്പോൾ കയ്യിൽ 5 പേനയുണ്ട്. ആ 5 പേനയിൽ ഒരെണ്ണമാണ് ഫ്രീ. അപ്പോൾ അത് എത്ര ശതമാനം? 5-ൽ 1, 1/5 ഇൻറ്റു 100. 5-ൽ 1 എത്ര ശതമാനമാണ്? 1നെ 5 കൊണ്ട് ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. അതായത് 100/5 20%. ഇത്രയുള്ള ആൻസർ. പേനയും വേണ്ട, പേപ്പറും വേണ്ട, നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിന് ഒരു മനുഷ്യനെ മറികടക്കാൻ എത്ര സമയം വേണം? മക്കളെ, ട്രെയിനുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന്, ട്രെയിൻ കുത്തനെ നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം. ഇതൊരു മനുഷ്യൻ നിൽക്കുകയാണ്, ഒരു ട്രെയിൻ ഇങ്ങനെ മറികടന്ന് പോവാണ്. അപ്പോൾ എന്തുമാത്രം സമയം എടുക്കണം ഈ മനുഷ്യനെ ഈ ട്രെയിനിന് ക്രോസ് ചെയ്ത് പോകാനായിട്ട്? ട്രെയിനിൻ്റെ നീളം. കാരണം ട്രെയിൻ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കണ്ടായോ എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ നീളം. ഇനി ട്രെയിൻ നീളമുള്ള വസ്തുക്കളെ സഞ്ചരിക്കുന്നു. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഇതൊരു ട്രെയിനാണ്. ഈ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ സഞ്ചരിക്കണം. അപ്പോൾ എന്തുമാത്രം ദൂരം? ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ അവിടെ ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ സഞ്ചരിക്കണം. ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ സഞ്ചരിക്കണം. ഇവിടെ ട്രെയിനിന് മറികടക്കേണ്ടത് ആരെയാണ്? ഒരു മനുഷ്യനെയാണ്, അല്ലേ? അപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ കുത്തനെ നിൽക്കുന്ന ഒരു സാധനമാണ്. ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ട്രെയിനിൻ്റെ നീളം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു മനുഷ്യനെ മറികടക്കാൻ ട്രെയിൻ സഞ്ചരിക്കേണ്ടത് ട്രെയിനിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 200 മീറ്റർ. സ്പീഡ് എത്ര ട്രെയിനിൻ്റെ? 72 km/h. മക്കളെ, സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ശരിയല്ലേ? അതെ. അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എത്രടാ? 200. സ്പീഡ് എത്ര? 72. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് പിള്ളേച്ച. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 72 km/h അതിനെ നമ്മൾ m/s ആക്കണം. എടാ km/h m/s ആക്കാൻ 5/18. അപ്പോൾ 18 × 4 കിട്ടും വെട്ടിക്കളഞ്ഞുമ്പോൾ. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 20 എത്ര കിട്ടും മോനെ? 20/2 10 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ട്രെയിൻ ഒരു മനുഷ്യനെ മറികടക്കണമെങ്കിൽ ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ട്രെയിനിൻ്റെ നീളം സഞ്ചരിക്കണം. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് 200 മീറ്റർ എന്ന് നമ്മൾ എടുത്തത്. സ്പീഡ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചു. സ്പീഡ് km/h അതിനെ m/s ആക്കി. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയടാ? 10 km/h എന്നാണോ പറയണ്ടേ? എൻ്റെ പൊട്ടനായ സാറേ, ചോദ്യം സമയമല്ലേടാ പൊട്ടാ. എന്നെ തന്നെ കേട്ടോ, എന്നെ തന്നെ. അപ്പോൾ എന്താണ്? 10 സെക്കൻഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. 3 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസ് ഇനിയും ധാരാളം നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.